ബ്രോ ഇങ്ങനെ യൂറോപ്പിലെത്തി മുഴുവൻ സ്റ്റോറി പറയോ? ഒരു സ്മൈലി, ഒരു പൊട്ടിച്ചിരി, പിന്നെന്താ നമുക്ക് പറയാലോ. ഏകദേശം നമ്മുടെ 2017-21 കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മുടെ സ്വന്തം കേരളത്തിലെ KTU എന്ന ലോകോത്തര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് പാസ്സായവനാണ് ഞാൻ. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി എന്നുള്ള ട്രെൻഡ് കണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കയറിയത്. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ട്രെൻഡൊക്കെ ചത്തുപോയി. അങ്ങനെ എങ്ങനെയോ ഒരു ജോലി കണ്ടുപിടിച്ച് കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അടുത്ത ട്രെൻഡ് വരുന്നത് എബ്രോഡ് എഡ്യൂക്കേഷൻ. അങ്ങനെ ആ ട്രെൻഡ് അന്വേഷിച്ച് പോയപ്പോഴാണ് യൂറോപ്പിലെ ലിത്വാനിയ എന്നുള്ള രാജ്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ആരും പോകാത്ത ലിത്വാനിയയിൽ തന്നെ പോവാന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ വെട്ടിങ് കിടക്കി മടക്കി ഇനി എനിക്ക് ഇന്ത്യൻ മണി വേണ്ട, യൂറോ മതി എന്ന് പറഞ്ഞിട്ട് 2 വർഷം മുന്നേ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഞാനും ഫ്ലൈറ്റ് പിടിച്ചു യൂറോപ്പിലേക്ക്. അങ്ങനെ ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് യൂറോപ്യൻസിനേക്കാളും മുന്നേ ഈ നാട് കണ്ടുപിടിച്ചത് മലയാളികളാണെന്ന്. അങ്ങ് ചന്ദ്രനിൽ പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ ഇല്ലാട്ടാ. പിന്നെ ഒരു വിധത്തിൽ പാട്ടൻ ജോലിയും കണ്ടുപിടിച്ച് 2 വർഷം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ എന്നെ മാസ്റ്റേഴ്സ് പഠിച്ച് തീർത്തു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പിള്ളേർ ഇപ്പോഴും വിദേശത്തേക്ക് കയറി പോകാൻ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളോടൊക്കെ സ്നേഹത്തിന്റെ പുറത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ വന്ന് എന്തുണ്ടായാലും നമ്മൾ തന്നെ അനുഭവിക്കണം കേട്ടാ.